Hello students. ഇന്ന് നമുക്ക് തിയറം 4.8 മോബിയസ് ഇൻവേർഷൻ ഫോർമുല പഠിക്കാം. ഇത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മോബിയസ് ഇൻവേർഷൻ ഫോർമുല എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡി ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റീജർ എൻ then f of n equal to summation d divides n mu of d f of n by d. അപ്പോൾ നമുക്കറിയാം n എന്ന് പറയുന്നത് എന്താ, ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ട് എടുക്കുക. ലെറ്റ് n ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എഫ് ഓഫ് എൻ ഗിവൺ അല്ലേ. എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എഫ് ഓഫ് ഡി. ഇനി ഡി എന്ന് പറയുന്ന ഒരു ഡിവൈസർ ആണ് എന്നിൻ്റെ. ദെൻ എൻ ബൈ ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഒരു പോസിറ്റീവ് ഇൻറ്റീജർ കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ നോക്കിക്കേ, സിൻസ് ഡി ഈസ് എ ഡിവൈസർ ഓഫ് എൻ, ഇപ്പോൾ നമ്മളൊരു നമ്പർ 12 എന്ന് എടുക്കുന്നു. ഡി ഈക്വൽ ടു 1 2 3 4 6 12 ഇതെല്ലാം ഡിവൈസേഴ്സ് ആണല്ലോ. ഇനി ഇതിനകത്ത് ഒരു ഡിവൈസർ എടുക്കുന്നു 3. അപ്പോൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ഡിവൈസർ തന്നെയല്ലേ വന്ന് 4, അതൊരു ഡിവൈസർ അല്ലേ. അപ്പോൾ ഡി ഈക്വൽ ടു 3 എടുത്തുകൊണ്ട് 4നെ നമ്മൾ ഡിന്ന് എടുക്കാതെ വേറെ ഒരു ഇൻറ്റീജർ ആണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു, കെ എന്ന് എടുത്തു. കെ ഈസ് എ ഡിവൈസർ. അപ്പോൾ therefore എഫ് ഓഫ് എന്നിന് പകരം എൻ ബൈ ഡി എന്ന് കൊടുത്തു, ഈക്വൽ ടു സമ്മേഷൻ ഡിക്ക് പകരം കെ എന്നും കൊടുത്തു. കെ ഡിവൈഡ്സ് എൻ ബൈ ഡി എഫ് ഓഫ് കെ. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന്. Now consider summation d divides n mu of d f of n by d. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നമ്മൾ എന്തെടുത്തു, റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തു. ഈക്വൽ ടു സമ്മേഷൻ d ഡിവൈഡ്സ് n mu of d സമ്മേഷൻ എഫ് ഓഫ് എൻ ബൈ ഡി. എഫ് ഓഫ് എൻ ബൈ ഡി ഇതാണ്ട് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ എഫ് ഓഫ് എൻ ബൈ ഡി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സമ്മേഷൻ ഈ എഫ് ഓഫ് എൻ ബൈ ഡിക്ക് പകരം നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സമ്മേഷൻ കെ ഡിവൈഡ്സ് എൻ ബൈ ഡി എഫ് ഓഫ് കെ. ഇനി ഡി ഡിവൈഡ്സ് എന്നും കെ ഡിവൈഡ്സ് എൻ ബൈ ഡി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കെ ഡിവൈഡ്സ് എൻ ആൻഡ് ഡി ഡിവൈഡ്സ് എൻ ബൈ കെ എന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് മ്യൂ ഡി എഫ് ഓഫ് എൻ ബൈ ഡി ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ സമ്മേഷൻ കെ ബൈ എൻ ബൈ ഡി മ്യൂ ഡി എഫ് ഒ എഫ് കെ. അത് തന്നെ ഇങ്ങോട്ട് എഴുതി വെച്ചതേ ഉള്ളൂ, അതിന് സമ്മേഷൻ ഇങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. ഓക്കെ, സമ്മേഷൻ. അപ്പോൾ ഡി ഡിവൈഡ്സ് എൻ എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം, കെ ഡിവൈഡ്സ് എന്നും അതുപോലെ തന്നെ കെ ഡിവൈഡ്സ് എൻ ബൈ ഡിക്ക് ഡി ഡിവൈഡ്സ് എൻ ബൈ കെ. ഈ സമ്മേഷൻ മതി. ഇനി നമ്മൾ എഫ് കെ സമ്മേഷനകത്ത് കെയുടെ ടേം വന്നേക്കുന്നതിന് കൂടെ എഫ് ഓഫ് കെയും എഴുതി സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ ബൈ കെ മ്യൂ ഡിയുടെ കൂടെ എഴുതി. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു തിയറമാണ് എൻ ഈക്വൽ ടു 1ൽ മ്യൂ ഓഫ് എന്നിൻ്റെ വാല്യൂ 1 വരും. റെസ്റ്റ് എൻ ഗ്രേറ്റർ ദാൻ 1ൽ വാല്യൂ ഈസ് 0. ഡി ഡിവൈഡ്സ് എൻ സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് എൻ ഈക്വൽ ടു 1 ഇഫ് എൻ ഈക്വൽ ടു 1. അപ്പോൾ എൻ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതി, സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ ബൈ കെ. അപ്പോൾ ഇത് വാനിഷ് ചെയ്യും. എൻ ബൈ കെ ഈക്വൽ ടു 1 ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇല്ല, എന്നിന് പകരം ഇവിടെ എൻ ബൈ കെ എന്നാണ്. അപ്പോൾ എൻ ബൈ കെ ഈക്വൽ ടു 1ൽ ഒഴിച്ച് ബാക്കി എല്ലാ വാല്യൂസിനും, അതായത് ഗ്രേറ്റർ ദാൻ വരുന്ന, ഇവിടെ ഗ്രേറ്റർ ദാൻ 1 വരുന്ന വാല്യൂസ് എല്ലാം എന്താകും, 0 ആകും. അപ്പോൾ എൻ ബൈ കെ എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം, എൻ ഈക്വൽ ടു കെ എന്ന് വരും അല്ലേ. therefore ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് ഡി എഫ് ഓഫ് എൻ ബൈ ഡി ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു എൻ എഫ് കെ. ഇതിൻ്റെ വാല്യൂ സമ്മേഷൻ. അപ്പോൾ എൻ ഈക്വൽ ടു കെ എന്നുള്ളിടത്ത് 1ഉം ബാക്കിയുള്ളതെല്ലാം എന്താകും, +0 0 എന്ന് വരും. അപ്പോൾ ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു എൻ എഫ് ഓഫ് കെ. കെ ഈക്വൽ ടു എന്നിലാണ് നമുക്ക് ഈ വാല്യൂ 1 എന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതും, കെ ഈക്വൽ ടു എൻ എഫ് കെ. അതെന്ന് പറയുന്നത് കെ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എഫ് ഓഫ് എൻ. അതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത തിയറം എന്ന് പറയുന്നത് 4.9. അതായത് അതെന്ന് പറയുന്നത് 4.8ൻ്റെ കോൺവേഴ്സ് ആണ്, മോബിയസ് ഇൻവേർഷൻ്റെ കോൺവേഴ്സ് ആണ്. ഓക്കെ, നോക്കിക്കേ. ഇഫ് എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് ഡി എഫ് ഓഫ് എൻ ബൈ ഡി ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റീജർ എൻ, then എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡി.
ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് മറ്റേത് പഠിച്ചാൽ മതി, തിരിച്ച് നമ്മൾ അത് കോൺവേഴ്സ് അല്ലേ. അപ്പം മറ്റേത് അസ്യൂം ചെയ്യുന്നു, ആദ്യത്തെ പാർട്ട് അസ്യൂം ചെയ്യുന്നു, പ്രൂവ് ചെയ്യുന്നു അല്ലേ. ലെറ്റ് എഫ് ഓഫ് എൻ ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് ഡി എഫ് ഓഫ് എൻ ബൈ ഡി. അപ്പം ഡി ഡിവൈഡ്സ് എൻ എന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എൻ ഡിവൈഡ്സ് ഡി എന്ന് പറയുന്നത് എന്തിനെ ഡിവൈഡ് ചെയ്യും? ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യത്തില്ലേ. നമ്മളിപ്പോൾ ഡി എന്ന് പറയുന്നത് 3 എടുക്കുകയാണെങ്കിൽ 12/3 ഈക്വൽ ടു 4 എന്ന് കിട്ടും. ആ 4 എന്ന് പറയുന്നത് 12/d അല്ലേ. അത് ഏതിനെ ഡിവൈഡ് ചെയ്യും? എന്നിനെ ഡിവൈഡ്. അപ്പോൾ എൻ ബൈ ഡി ഡിവൈഡ്സ് എൻ. എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് എൻ ബൈ ഡി എഫ് ഓഫ് ഡി. എങ്ങനെ കിട്ടി? ഈ ഡിക്ക് പകരം നമ്മളിവിടെ എന്ത് കൊടുത്തു? എൻ ബൈ ഡി. ഡി വരുന്നിടത്തല്ല എൻ ബൈ ഡി അല്ലേ. അപ്പോൾ മ്യൂ ഓഫ് ഡി വന്നിടത്ത് എൻ ബൈ ഡി, എഫ് ഓഫ് എൻ ബൈ ഡി വന്നേക്കുന്നിടത്ത് എൻ ബൈ ഡി. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് എൻ ബൈ ഡി എഫ് ഡി. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ അല്ലേ. സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നോക്കിക്ക് എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡി ആണ്. ഇനി ഇതിൻ്റെ ആർ എച്ച് എസ് എടുക്കാം. ആർ എച്ച് എസ് എന്ന് പറയുമ്പോൾ സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ എഫ് ഡി ഈക്വൽ ടു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ. ഈ ഡിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? എൻ ബൈ ഡി എന്ന് എഴുതി. അപ്പോൾ ഇനി ഈ എഫ് ഓഫ് എൻ ബൈ ഡിയുടെ വാല്യൂ ഫ്രം 1, ഇക്വേഷൻ 1-ൽ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ആ എന്നിന് പകരം എൻ ബൈ ഡി ഇട്ട് കൊടുക്കാം. അപ്പോൾ സമ്മേഷൻ, ഇവിടുത്തെ സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ. ഇനി എഫ് ഓഫ് എൻ ബൈ ഡി ഫ്രം ഇക്വേഷൻ 1 എന്ത് കിട്ടും? ഇവിടെ ഒരു സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ എന്നുണ്ട് അല്ലേ. അതായത് എൻ ബൈ ഡി ആണ്, എന്നിന് പകരം എൻ ബൈ ഡി. അപ്പോൾ ഇവിടെ ഈ എൻ ഡി ഡിവൈഡ്സ് എൻ, ആ എന്നിന് പകരം എൻ ബൈ ഡി. പിന്നെ ഇവിടെ ഡി എഴുതുന്നതിന് പകരം അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റീജർ ആണല്ലോ കിട്ടുന്നത്. നമ്മളിപ്പോൾ ഈക്വൽ ടു 4 എന്ന് എഴുതിയില്ല. അപ്പോൾ അതിനെ കെ എന്ന് നമ്മൾ മുമ്പേ കൊടുത്തില്ല. അതുപോലെ തന്നെ ഇത് ഇവിടെ അന്നേരം എന്ത് കൊടുക്കാം? ഡി എഴുതുന്നതിന് പകരം കെ എന്ന് കൊടുക്കാം. അത് ഒരു ഇൻറ്റീജറും ഡിവൈസറും ആണല്ലോ. മ്യൂ ഓഫ് എൻ ബൈ ഡി. എൻ എന്ന് പറയുന്നത് ഇവിടെ എന്തുവാ? എൻ ബൈ ഡി. ഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി എടുത്തേക്കുന്നത് എന്തുവാ? കെ എന്നല്ലേ. അപ്പോൾ ഇവിടെ കെ എഫ് കെ എന്ന്. ഇനി സമ്മേഷൻ ഡി ഡിവൈഡ്സ് എൻ സമ്മേഷൻ കെ ഡി ബൈ എൻ എന്ന് എഴുതാവല്ലോ അല്ലേ. മ്യൂ ഓഫ്, ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എൻ ബൈ ഈ ഡി ഡിനോമിനേറ്റർ പോകും, ഡി കെ എഫ് കെ. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തെന്നേ ഉള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ കെ ബൈ എൻ എഫ് കെ. അതായത് ഈ എഫ് കെ നമ്മൾ ഇപ്പുറത്തെ. അപ്പോൾ ഡി ഡിവൈസറിന് പകരം നമ്മൾ എന്തായിട്ട് എടുത്തു? കെ എന്ന് എടുത്തു. ഡി എന്ന് പറയുന്നത് കെ എന്ന് എടുത്തു. അപ്പോൾ എഫ് കെ ആദ്യം എഴുതി. സമ്മേഷൻ ഈ ഡി കെ ഡി എന്നുള്ളതിന് ഡി മാത്രം ഡി ഡിവൈഡ്സ്. അപ്പോൾ എന്ത് വരും? എൻ ബൈ കെ മ്യൂ ഓഫ്, ഇതിനെ ആ ഫോമിൽ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ, എൻ ബൈ കെ. അതായത് ഈ മ്യൂ ഓഫ് എൻ ബൈ ഡി കെ എന്നുള്ളതിൻ്റെ ഈ ഇതിനെ നമ്മൾ എൻ ബൈ കെ ബൈ ഡി ഇങ്ങനെ എഴുതി. മനസ്സിലായോ? അതായത് ഡി ഡിവൈഡ്സ് എൻ ബൈ കെ എന്നല്ലേ. അതുകൊണ്ട് അതിനെ അങ്ങനെ എഴുതി. ഇനി നമുക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ടേമിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കെ ഈക്വൽ ടു എന്നും കെ ലെസ് ദാൻ എൻ, അതായത് എൻ ഗ്രേറ്റർ ദാൻ കെ. നമുക്ക് റിസൾട്ട് അറിയാം, 0-ഉം 1-ഉം ആണ്. 1 എന്ന് പറയുന്നത് എൻ ഈക്വൽ ടു 1-ൽ വാല്യൂ ഈസ് 1 അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഇതുണ്ട്, എൻ ഈക്വൽ ടു 1-ൽ മ്യൂ ഓഫ് എൻ വാല്യൂ 1 എന്ന് പറഞ്ഞില്ലേ. അത് തന്നെയാണ് നമ്മളിവിടെ അത് വെച്ചാൽ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് എടുത്തെഴുതി. ഈക്വൽ ടു എഫ് ഓഫ് എൻ സമ്മേഷൻ ഡി ഡിവൈഡ്സ് അല്ലേ. ഡി ഡിവൈഡ്സ് എൻ ഈക്വൽ ടു 1.
അപ്പം 1 k ഈക്വൽ ടു എന്നിൽ സമ്മേഷൻ d ഡിവൈഡ്സ് 1 mu ഓഫ് 1 by d പ്ലസ് സമ്മേഷൻ k ഡിവൈഡ്സ് n k ലെസ് ദാൻ n f ഓഫ് k സമ്മേഷൻ d ഡിവൈഡ്സ്, അതായത് ഈ ഇത്രയും ടേമിനെ ഇതിനെയാണ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. k ഈക്വൽ ടു എന്നും വരും. k ഈക്വൽ ടു എന്നിൽ എഫ് എൻ എഴുതി. അതുപോലെ തന്നെ k ഈക്വൽ ടു n എന്ന് പറയുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d ഡിവൈഡ്സ് 1 എന്ന് വരുത്തി. നമുക്ക് ഇവിടെ k ഡിവൈഡ്സ് k ഈക്വൽ ടു n എന്ന് പറയുമ്പോൾ 1 ബൈ d, അത് ഒരു ടേം പ്ലസ് ഇനി k ലെസ് ദാൻ എന്നിൻ്റെ ടേം, അപ്പോൾ അത് അതുപോലെ തന്നെ വരും. ഇത് ഇത്ര k ലെസ് ദാൻ n എന്ന് നമ്മളിവിടെ എഴുതി. അത് രണ്ടായിട്ട് പ്ലസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. മനസ്സിലായോ? ഇനി ലെസ് ദാൻ എന്നിൽ അല്ലെങ്കിൽ n ഗ്രേറ്റർ ദാൻ കെയിൽ ഇതിൻ്റെ വാല്യൂ എന്താ? മ്യൂ ഓഫ് എന്ന് പറയുന്ന ഈ ടേമിൻ്റെ വാല്യൂ 0 ആണ്. സോ ഈ ടേം 0 ആയിപ്പോവും. എഫ് എൻ മ്യൂ ഓഫ് 1 അല്ലേ, d ഡിവൈഡ്സ് 1 എന്ന് പറയുമ്പോൾ d 1 ആകുമ്പോഴാണ് അല്ലേ d ഈക്വൽ ടു 1ൽ 1 ഡിവൈഡ്സ് 1. സോ മ്യൂ ഓഫ് 1 എന്ന് പറയുന്ന വാല്യൂ ഈസ് 1. സോ ഈക്വൽ ടു എഫ് ഓഫ് n. മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.